എല്ലാവർക്കും നമസ്കാരം. നീറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സമരം നടക്കുകയാണ് ഡൽഹിയിൽ. അതിൻ്റെ മുഖ്യ നേതൃത്വം വഹിക്കുന്നത് CJP എന്ന പാർട്ടിയാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ ഒരു രംഗത്തും ഉണ്ടാകാതിരുന്ന കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ ദിവസം മുതൽ ആ സമരം ഏറ്റെടുക്കുന്നു, അതിനെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ധാരണ പരക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യം കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൻ്റെ വക്താക്കളോട് ചോദിക്കുന്നത്. ആ സമയത്തൊക്കെ അവർ പറയുന്നത് ഡൽഹിയിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചു വന്നത് എന്നാണ്. എന്നാൽ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദേശീയ ശ്രദ്ധയുള്ള, അതിനുപരിയായിട്ട് അന്തർദേശീയ ശ്രദ്ധയുള്ള ഒരു വലിയ വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളും അതിൻ്റെ നേതാക്കന്മാരും എവിടെയായിരുന്നുവെന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും സാധാരണക്കാരും ചോദിക്കണമെങ്കിൽ അതിനർത്ഥം അവർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പേരിന് പല പരിപാടികളും പല സ്ഥലത്തും നടത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആരംഭ ശൂരത്വം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വളർന്നിരുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരല്ല, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ല, മറിച്ച് ഈ സമരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ തന്നെയാണ്. കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് അവർ പരസ്യമായിട്ട് പറയുന്നു. കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഇളിഭ്യരാകേണ്ടി വന്നത്? എന്താണ് ഇതിലെ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവരുടെ താല്പര്യങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ സമരം ചെയ്യുന്നത് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ആ അവകാശവാദത്തിൽ ആത്മാർത്ഥത എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നത് കാണാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുകയായിരുന്നു. സോനം വാങ്ചുക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ച് അത് 3 ആഴ്ച പിന്നിടുന്ന സമയത്തും കോൺഗ്രസ് മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു. അവസാനം വാങ്ചുക്കിനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് അവിടെ നിന്ന് നിർബന്ധിതമായി സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും കോൺഗ്രസ് മിണ്ടാതിരുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന്, അതിൻ്റെ നായക സ്ഥാനം വഹിക്കുന്നതിന് കോൺഗ്രസിന് ധാരാളം സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ഇടപെടലുകളും നടത്താനായിട്ട് തോന്നിയില്ല. ഈ ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നത് മെയ് മാസത്തിലായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ദേശീയ രംഗത്ത് പ്രവർത്തിക്കുന്ന NSU ഉണ്ട്, യുവാക്കളുടെ പ്രസ്ഥാനമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഈ 2 സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടുകൂടി ഈ വിഷയത്തിനെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ചെറു ശ്രമം പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ സമരം പിന്നീട് ജൂൺ മാസത്തിലുടനീളം CJPയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടു. ജൂൺ മാസം അവസാനത്തോടെയാണ് വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിക്കുന്നത്. അവസാനം പാർലമെൻറ്റ് മാർച്ച് അത് അക്രമാസക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ അവസരം മുതലെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ആ സമയത്ത് പോലും കോൺഗ്രസിന് ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. ജന്തർ മന്ദർ അവർ തിരഞ്ഞെടുത്തില്ല, CJPക്ക് ഒപ്പമുള്ള പ്രതിഷേധം അവർ തിരഞ്ഞെടുത്തില്ല. പകരം CJPക്കാർ പാർലമെൻറ്റിലേക്കാണ് പോകുന്നത് എങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിയുള്ള ലോക് കല്യാൺ മാർഗിലേക്കാണ് കോൺഗ്രസ് പോയി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അതിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിന് ഭരണമുള്ള ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാരും അടക്കം പ്രധാനികളായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ, മാസങ്ങളിൽ എവിടെയായിരുന്നു എന്നുള്ളതാണ് ശരിയായ ചോദ്യം. അപ്പോൾ വിദ്യാർത്ഥി സമരത്തിനോടൊപ്പം ചേരാതെ, CJPയോടൊപ്പം ചേരാതെ, പകരം ഒരു സമാന്തര സമരം മറ്റൊരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് ശ്രമിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലും രാഹുൽ ഗാന്ധി ബൃഹത്തായ ഒരു പത്രസമ്മേളനം നടത്തുന്നതിനും ഈ CJPക്കാർ അക്രമമുണ്ടാക്കുകയും സർക്കാർ അതിനെതിരെ ബലം പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ ഈ പ്രതിഷേധം കണ്ടതുകൊണ്ടാണ് സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ പരസ്യമായി കോൺഗ്രസിൻ്റെ ഇടപെടലിനെ ഇൻസിൻസിയർ അഥവാ ആത്മാർത്ഥതയില്ലാത്തത് എന്ന് വിശേഷിപ്പിച്ചത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അവരത് പറയുന്നത്. സ്വന്തമായി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സ്വന്തം നേതാക്കളെ മാത്രം ഇരുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി പ്രത്യേകമായി നടത്തുന്നതിന് പകരം വിദ്യാർത്ഥികൾ സംഘടിച്ച് സമരം ചെയ്യുന്ന ജന്തർ മന്ദറിലേക്കായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തേണ്ടിയിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഈ പ്രസ്ഥാനം സർക്കാരിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ഭാഗമല്ല എന്നും
രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം അജണ്ടയ്ക്കായിട്ട് ഈ സമരത്തിനെ ഉപയോഗിക്കരുത് എന്നുമാണ് ഗീതാഞ്ജലി ആങ്മോ പറയുന്നത്. ജനങ്ങളെ ഇനി കബളിപ്പിക്കാൻ കഴിയില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളേ ഇല്ലാത്ത പിന്തുണ മാത്രമാണ് തങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിന് മുഖത്ത് കെട്ടിയ അടിയാണ് അവരുടെ ഈ കടുത്ത ഭാഷയിലുള്ള വിമർശനം. ആ വിമർശനം ഒരു വ്യക്തമായിട്ടുള്ള പ്രവണതയെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ഈ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം കാര്യമായിട്ട് ഇടപെട്ടില്ല. എന്നാൽ പോലീസ് നടപടിയുണ്ടായി. രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസ് ശബ്ദമുയർത്തി തുടങ്ങി. പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായിട്ട് വന്നു. എന്നിട്ടും അവർ തങ്ങളുടെ പ്രതിഷേധത്തിന് തിരഞ്ഞെടുത്തത് മറ്റൊരു വേദിയായിരുന്നു. യഥാർത്ഥ സമരവേദിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം അത് അവരുടെ സമരത്തിൽ പങ്കുചേരലായി മാധ്യമങ്ങൾ നാട്ടുകാരൊക്കെ കാണും എന്ന് തോന്നിയപ്പോൾ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ വേറെ സമരപരിപാടി, ഞങ്ങൾ വേറെ രാഷ്ട്രീയ വേദി ഒരുക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രയോറിറ്റിയാണ് അവരവിടെ സ്വയം നൽകിയത് എന്നുള്ളതാണ് ആങ്മോയുടെ വിമർശനത്തിൻ്റെ കാതൽ. ഇവിടെയാണ് ഈ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത കക്ഷികളുടെ, വ്യത്യസ്ത വ്യക്തികളുടെ ആത്മാർത്ഥതയുടെ അഭാവം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വൈഡ് കവറേജ് ഉണ്ടായിട്ടുണ്ട്. പ്രധാന മാധ്യമങ്ങൾ, അതേപോലെ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥി സമരത്തിനെ കാര്യമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യത്തിനും പ്രതിഷേധത്തിനുമൊപ്പം തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള പല ആൾക്കാരും ഈ പ്രതിഷേധ വേദികളിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ CJPയുടെ പ്രതിഷേധത്തിനെതിരെ വന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെയും സ്ഥിരമായി മോചിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം വരുന്നു. അതെവിടെ നിന്നാണ് വരുന്നത്? ആർട്ടിക്കിൾ 370 കാശ്മീരിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം പറയുന്ന ആൾക്കാരുണ്ട്. അതെവിടെ നിന്ന് വരുന്നു? പ്രധാനമന്ത്രിയെ വെടിവെക്കണം എന്ന രീതിയിലും കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ രാജിവെക്കണം എന്നും പറഞ്ഞ് സുരക്ഷാ സേനകൾക്കെതിരെ അസഭ്യ മുദ്രാവാക്യങ്ങൾ, രാമക്ഷേത്രത്തിനെതിരെ അസഭ്യ മുദ്രാവാക്യങ്ങൾ, വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ, ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു ചങ്ങാതി അവിടെ ചെന്നിട്ട് ഖുറാനുമായി ബന്ധപ്പെട്ട് എന്തോ അന്ത്യകാലത്തിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നു. സുലൈമാൻ, സോളമൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അതിനൊക്കെ ഈ സമരവുമായി എന്താണ് ബന്ധം? ഇലക്ടറൽ ബോണ്ടിന് വിദ്യാർത്ഥികളുടെ ആവശ്യവുമായിട്ട് എന്താണ് ബന്ധം? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ സമയത്ത് സാധാരണക്കാരുടെ, കിളിപോയ സാധാരണക്കാരുടെ മനസ്സിലുണ്ടാകുന്നത്. ഇതൊന്നും ചോദ്യപേപ്പർ ചോർച്ചയെ ബാധിക്കുന്ന വിഷയമല്ല, വിദ്യാഭ്യാസ പരിഷ്കാരത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, വിദ്യാർത്ഥികളുടെ ആശങ്കയെ ഒരു തരത്തിലും ദൂരീകരിക്കുന്ന വിഷയങ്ങളുമല്ല. അപ്പോൾ ഇതിൽ പല ആൾക്കാരും ജെൻസി അല്ല, ഇതിൽ പല ആൾക്കാരും വിദ്യാർത്ഥികളല്ല, ഇതിൽ പല ആൾക്കാരും ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരുമല്ല. അപ്പോൾ പലരും കേന്ദ്ര സർക്കാരിനോട് പല വിഷയങ്ങളിലുള്ള രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടോ ഉള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒരു സ്പെക്ടക്കിളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് CJPക്കാരാണ് ചിന്തിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന് പറയുന്ന ആൾക്കാർക്ക് CJP ചെയ്യുന്ന അവരുടെ സമരത്തിൻ്റെ ഭാഗമായി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, പ്രസ്താവനകൾക്ക് ഒക്കെയുള്ള ഉത്തരവാദിത്തം അഭിജിത് ദേബ്കേക്കും സോനം വാങ്ചുക്കിനും CJPക്കുമാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും ബോധമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിലും CJPയെ പോലും പിന്തുണയ്ക്കാൻ കഴിയാത്തത് അവരുടെ ഫൗണ്ടേഷണലായിട്ടുള്ള കുറേയധികം പ്രിൻസിപ്പിൾസ്, അവരുടെ കുറേ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഇതിൽ കോൺഗ്രസിൻ്റെയും മറ്റു മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ആൾക്കാരുടെയും ആത്മാർത്ഥത മാത്രമല്ല ചോദ്യം ചെയ്യേണ്ടത്, CJPയുടേതും ചോദ്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, JP നഡ്ഡ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ 2 പ്രതിനിധികളെ CJP അയക്കുന്നു. എന്നാൽ അവർ മണിക്കൂറുകളോളം നഡ്ഡയുടെ വീട്ടിൽ തടങ്കലിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്, ഡിറ്റൻഷനിലായിരുന്നുവെന്ന്. ഒരിക്കലും ഇത്ര ശ്രദ്ധയുള്ള ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം അവരെ അവിടെ ഡിറ്റൻഷനിൽ വെക്കുക എന്നുള്ളത് ലോജിക്കലേ അല്ല. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരെ ഡിറ്റൻഷനിൽ വെച്ചു എന്ന രീതിയിലത്തേക്കുള്ള അസത്യ പ്രചരണമാണ് അഭിജിത് ദീപ്കെ അടക്കമുള്ള ആൾക്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അത് തന്നെയുമല്ല, അഭിജിത് ദീപ്കെ പറഞ്ഞ മറ്റൊരു നുണ കയ്യോടെ പിടിക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. അതായത് CJPയുടെ പ്രതിനിധികളായിട്ട് 2 ആൾക്കാർ പോകുമ്പോൾ അവർ ഡിറ്റൻഷനിലായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് മൊബൈൽ ഫോൺ പോലും നൽകിയിരുന്നില്ല, അതും പിടിച്ചെടുത്തിരുന്നു എന്നൊക്കെയാണ് ദീപ്കെ പറഞ്ഞത്. എന്നാൽ ഈ മീറ്റിങ്ങിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് പുറത്തു വന്നപ്പോൾ ഈ 2 CJP പ്രവർത്തകരുടെയും കയ്യിൽ അവരുടെ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം CJPയുടെ നേതാക്കളോട്, പ്രത്യേകിച്ച് അഭിജിത് ദീപ്കയോട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം,
ഇതിൽ ചർച്ച നടത്തണം എന്നുള്ള ഒരു ആവശ്യം ഇവർ പറഞ്ഞു. അങ്ങനെ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു. എന്നിട്ട് തുടർ ചർച്ചകൾക്കായിട്ട് CJP നേതാക്കളെ ക്ഷണിക്കുന്നു. എന്നാൽ ഞങ്ങൾ കേന്ദ്ര സർക്കാർ ക്ഷണിക്കുന്ന ഇടത്തേക്ക് പോകില്ല, പകരം ഞങ്ങൾ പ്രതിഷേധം നടത്തുന്ന ജന്തർ മന്ദറിൽ വന്ന് അവർ ചർച്ച നടത്തണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സത്യത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി എങ്കിൽ കേന്ദ്ര സർക്കാർ ഈ ചർച്ചയ്ക്ക് വഴങ്ങുകയും അവരെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ സർക്കാരാണ് എന്നുള്ളതിൻ്റെ മാന്യത നൽകി അവിടെ പോയി ചർച്ചയ്ക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. കർഷക സമരത്തിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ സമരങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CJPയുടെ നിലപാടുകളുടെ ആത്മാർത്ഥതയില്ലായ്മ, കോൺഗ്രസിൻ്റെ വൈകിയ നിലപാടുകളിലെ ആത്മാർത്ഥതയില്ലായ്മ, ഈ സമരത്തിൽ പലതരത്തിലുള്ള വിധ്വംസക മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ആൾക്കാരുടെ ആത്മാർത്ഥതയില്ലായ്മ, ഇതിൽ അക്രമം അഴിച്ചുവിടുന്ന ആൾക്കാരുടെ ആത്മാർത്ഥതയില്ലായ്മ എന്നിങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് വിദ്യാർത്ഥികളുടെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിനെ സബോട്ടാഷ് ചെയ്യുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ ജെനുവനായിട്ടുള്ള ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടത് പരീക്ഷാ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ എന്നത്തേക്കും ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനത്തിൻ്റെ വീഴ്ചകൾക്കുള്ള കൃത്യമായ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പാണ്. അതിനു വേണ്ടുന്ന സമ്മർദ്ദമാണ് അവർക്ക് വേണ്ടി ആൾക്കാർ ചെലുത്തേണ്ടത്. പക്ഷേ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്നും ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്നുമൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് തരത്തിലുള്ള വിദ്യാർത്ഥി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വന്ന് ചർച്ച നടത്തൂ എന്ന് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്ന, ഞങ്ങളുടെ പ്രവർത്തകർക്ക് മൊബൈൽ ഫോൺ പോലും നൽകാതെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അവരെ ഡിറ്റൻഷനിൽ വെച്ചു എന്ന് നുണ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത. തന്നെയുമല്ല, സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഡിറ്റൻഷനിലല്ല, അദ്ദേഹം സ്വതന്ത്ര പൗരനാണ്. അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് നീക്കിയ നടപടി ഒരിക്കലും ആർബിട്രറി അല്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടും ഇപ്പോഴും ഇതേ വാദങ്ങളുമായി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, ഡിറ്റൻഷനിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയാണ് ഇവർ ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ നാട്ടുകാരുടെ മുന്നിൽ എളിഭ്യരായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിനോടൊപ്പം ചേരുക, ആ സമരത്തിൻ്റെ നായക സ്ഥാനം CJPക്ക് തന്നെ നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടുന്ന യഥാർത്ഥ കാര്യം. അതല്ല എങ്കിൽ അവരുടെ ആത്മാർത്ഥതയില്ലായ്മ വീണ്ടും ആൾക്കാർ എക്സ്പോസ് ചെയ്യും എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, സത്യത്തിൽ അത് വിദ്യാർത്ഥികളുടെ ഒരു വിഷയമാണ്. അതിന് കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാകണം. പക്ഷേ അതിനെ ഒരു പൊളിറ്റിക്കൽ വിഷയമാക്കി, ഒരു സ്പെക്ടക്കിളാക്കി, അതിൻ്റെ ഒപ്റ്റിക്സിന് വേണ്ടിയിട്ടാണ് CJP അടക്കം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ തങ്ങളുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിനെ നിർദ്ദേശിക്കുന്നതിന് പകരം കോൺഗ്രസ് ഉയർത്തുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ ആവശ്യം മാത്രം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള തരത്തിൽ മാത്രം ഒരു ഡിമാൻഡുമായിട്ട് CJPയും അവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. അതല്ലാതെ പ്രത്യേക താല്പര്യമുള്ള ആൾക്കാരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കും ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റത്തിനും ജന്തർ മന്ദർ എന്നല്ല ഒരു വേദിയും മാറാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കോൺഗ്രസും മനസ്സിലാക്കണം. അത് കോൺഗ്രസ് മനസ്സിലാക്കിയില്ല എങ്കിൽ കോൺഗ്രസ് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാട്ടുകാരും സമരത്തിലൊപ്പമുള്ള ആൾക്കാരും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയുകയെങ്കിലും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.